ذلك الكتاب لا ريب فيه هدى للمتقين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്രേ അത്. ഇവിടെ അള്ളാഹു പറഞ്ഞ ദാലിക്കൽ കിതാബ് എന്നതിന് ഇതാകുന്നു ഗ്രന്ഥം എന്ന അർത്ഥമാണ് പ്രബലമായത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ശേഷം തുടർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ റൈബ ഫീഹി എന്നാണ്. അതിൽ സംശയമേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. റൈബ് എന്ന വാക്കിന് സന്ദേഹം, തെറ്റിദ്ധാരണ എന്നൊക്കെയാണ് മലയാളത്തിൽ അതിനുള്ള അർത്ഥം. മുഫസ്സിറുകളൊക്കെയും ഈ ഒരു വാക്യത്തിന് വ്യക്തമാക്കിയ അർത്ഥം അത് സന്ദേഹമേ ഇല്ല എന്നാണ്. ലാ ശക്ക ഫീഹി എന്നാണ് തഫ്സീർ പണ്ഡിതന്മാർ മുഴുവനും ഈ പദത്തിന് നൽകിയിട്ടുള്ള അർത്ഥം. അതിൽ സംശയമേ ഇല്ല എന്നാണ് അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇക്കാര്യം വളരെ കൃത്യമായി കൊണ്ട് വ്യക്തമാക്കുന്നു. ഇതിന്റെ അർത്ഥത്തിന്റെ വിഷയത്തിൽ സ്വഹാബികളും താബിഈങ്ങളും ഉൾപ്പെടെയുള്ള തഫ്സീർ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുവരെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് നമുക്ക് ഈ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയങ്ങളിലോ ഖുർആൻ നൽകുന്ന സന്ദേശങ്ങളിലോ ഒന്നിലും തന്നെ ഒരു സംശയത്തിനും പഴുതില്ല. പൂർണ്ണമായും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു എന്നാണ് അതിന്റെ താല്പര്യം. അതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജ്ദയിലെ രണ്ടാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കിയത്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം സർവലോക രക്ഷിതാവിങ്കൽ നിന്നാകുന്നു, ഇതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നും അവതരിച്ച പരിശുദ്ധ ഖുർആനിലെ എല്ലാ കാര്യങ്ങളും സുവ്യക്തമായ യാഥാർത്ഥ്യങ്ങളാകുന്നു എന്നാണ് ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ സത്യസമ്പൂർണവും സുവ്യക്തവുമായ ഒരു മാർഗദർശനമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അതിന്റെ മാർഗദർശനം സഹോദരങ്ങളെ പ്രയോജനപ്പെടുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആർക്കാണ് ഖുർആനിലെ മാർഗദർശനം പ്രയോജനപ്പെടുക? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഈ ആയത്തിലൂടെ വ്യക്തമാക്കിയത്. ഹുദൻ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ഈ ഖുർആനിന്റെ മാർഗദർശനം ഉപകാരപ്പെടുക എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഹുദ നൽകുന്ന, അതായത് നേർവഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നതാണ്. എന്താണ് സഹോദരങ്ങളെ ഹുദ? സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ വളരെ വിശദമായി ഹുദയും ഹിദായത്തും എന്താണ് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. മാർഗദർശനം നൽകുക അഥവാ വഴികാട്ടുക എന്ന അർത്ഥത്തിലും സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവിടെ വെച്ച് ചർച്ച ചെയ്തതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ് ഖുർആൻ ഹുദയായിക്കൊണ്ട് അല്ലാഹു നമുക്ക് നൽകി. എന്നാൽ മുത്തഖീങ്ങൾക്കാണ്, അതായത് തഖ്വയുള്ള ആളുകൾക്കാണ് ഈ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ. സൂക്ഷ്മത പാലിക്കുന്നവർ എന്നാണ് നമ്മൾ മുത്തഖീൻ എന്ന പദത്തിന് അർത്ഥം പറയാറുള്ളത്. സഹോദരങ്ങളെ, എന്താണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ തഖ്വ എന്താണ് എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയും അപ്രീതിക്കും കാരണമാകുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭയഭക്തന്മാരെന്നാണ് മുത്തഖീൻ എന്ന വാക്ക് വിവക്ഷിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരിക. എങ്ങനെ? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്
അള്ളാഹുവിന്റെ ശിക്ഷക്കും അപ്രീതിക്കും കാരണമാകുന്ന കാര്യങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭയഭക്തന്മാരായ ആളുകൾ, അവരാണ് മുത്തഖീങ്ങൾ. ഈ സൂക്ഷ്മതയാകുന്ന ഭയഭക്തിയാണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ തഖ്വ നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ എന്ന ഹുദ അത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ എന്നും, അതല്ലാത്തവർക്ക് ഈ ഖുർആൻ കൊണ്ട് പ്രയാസമാണ് ഉണ്ടാവുക എന്ന കാര്യം ആരാണ് വ്യക്തമാക്കുന്നത് സഹോദരങ്ങളെ? അള്ളാഹുവാണ് വ്യക്തമാക്കുന്നത്. സൂറത്ത് ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഹുവലില്ലദീന ആമനൂ ഹുദം വശിഫാഉൻ. അത് ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു. വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖ്റുൻ. വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകളിൽ ഒരു തരം ബധിരതയുണ്ട്. വഹുവ അലൈഹിം അമാ. അത് ഖുർആൻ അവരുടെ മേലൊരു അന്ധതയാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുക. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഖുർആൻ ഹുദയാണ്, ശിഫയാണ്, അതായത് മാർഗദർശനമാണ്, ശമനൌഷധമാണ്. വിശ്വസിക്കാത്ത ആളുകൾക്കോ അവർക്ക് അവരുടെ കാതുകളിൽ ഒരു തരം ബധിരതയുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളല്ലാത്തവർക്ക് ഈ ഖുർആൻ ഉപകാരപ്പെടുകയില്ല എന്നാണ്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം പറയുന്നുണ്ട്. സൂറത്ത് ഇസ്രായിലെ 82-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്ന് സൂറത്ത് ഇസ്രായിൽ 82-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് സൂറത്ത് യൂനസിലെ 57-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉം ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ആയത്തുകളിലൂടെ വളരെ വ്യക്തമാണ് പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുക അത് സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് മാത്രമാണ്. സത്യവിശ്വാസികൾക്ക് അത് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാണ്, കാരുണ്യമാണ്, ശമനൌഷധമാണ്. അതുകൊണ്ടാണ് ഹുദൻ ലിൽ മുത്തഖീൻ എന്നതിലെ ഹുദ എന്ന വാക്കിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ഈ ഖുർആനിന്റെ മാർഗദർശനം കൊണ്ട് ഉദ്ദേശിച്ചത് നൂറൻ ലിൽ മുത്തഖീൻ, അഥവാ സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള പ്രകാശമാണ് എന്നാണ് ആ സ്വഹാബികൾ അഭിപ്രായപ്പെട്ടത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പൂർവികരുടെ ഉദ്ധരണികൾ സഹിതം ഈ വിഷയം വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹുദൻ ലിൽ മുത്തഖീൻ അഥവാ ഈ ഖുർആനിന്റെ മാർഗദർശനം ഉപകാരപ്പെടുക അത് സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്നതിലെ ഹുദൻ ലിൽ മുത്തഖീൻ എന്നത് ഹുമുൻ ലിൽ മുഅ്മിനൂൻ എന്നാണ്. അഥവാ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളാണ് അവർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു സ്വഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ സത്യവിശ്വാസം സ്വീകരിച്ച മുഅ്മിനീങ്ങളുടെ സവിശേഷതയാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ പഠനം ഒരു സൽക്കർമ്മമായി നമ്മിൽ ഏവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.